കഴിഞ്ഞ ദിവസം ഗോപാലകൃഷ്ണൻ ബി.ജെ.പിയുടെ വൈസ് പ്രസിഡൻറ്റ് ചെയ്ത ഒരു പ്രവൃത്തി, അദ്ദേഹം ഏകദേശം എനിക്ക് തോന്നുന്നു മാർച്ച് 15 അടുത്ത് ഒരു ഫ്ലെക്സ് സ്ഥാപിച്ചു. അദ്ദേഹം ആ ഫ്ലെക്സിൽ പ്രതിപാദിക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ, ഗുരുവായൂർ അമ്പലം ഇരിക്കുന്ന ഗുരുവായൂർ മണ്ഡലത്തിൽ 1967 മുതൽ ഒരു ഹിന്ദു എം.എൽ.എ പോലും ഉണ്ടായില്ല എന്നാണ് ഈ ഫ്ലെക്സിൻ്റെ ആകത്തുക. അപ്പോൾ ഇലക്ഷൻ അടുത്ത് നിൽക്കുന്നു, 5-8 ദിവസമേ ഇലക്ഷനുള്ളൂ. ആ സമയത്ത് ഞാനും ഇത്തിരി വർഗീയവാദം പറയുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ഞാൻ വർഗീയവാദമായിട്ട് ഒരു വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞത് വളരെ, കാരണം ഒരു ഏകദേശം ഒരു 48 അല്ലെങ്കിൽ 45 മുതൽ 50% ഹിന്ദുക്കളുള്ള ഗുരുവായൂർ മണ്ഡലം, ഗുരുവായൂർ അമ്പലം നിലകൊള്ളുന്ന ഗുരുവായൂർ മണ്ഡലത്തിൽ അങ്ങനെ ഒരു സ്ഥാനാർത്ഥി വന്നില്ല എന്നുള്ളത് ഹൈന്ദവൻ ചിന്തിക്കേണ്ട വിഷയമല്ലേ എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. ഈ ഒരു അധിനിവേശ ശക്തികൾ, പ്രത്യേക സമുദായത്തിൻ്റെ സംഘടിതമായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് അതീതമായി മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൊണ്ടു നടക്കുന്ന ഈ ഒരു സംവിധാനം, അത് ഇടതായാലും വലതായാലും വന്ന് മുസ്ലിം സ്ഥാനാർത്ഥിയായിട്ട് വരുന്ന ഒരു ഇതാണ് കേരളത്തിൽ നമ്മൾ കാണുന്നത്. ആ ഒരു പ്രവണതയെക്കുറിച്ചാണ് ഗോപാലകൃഷ്ണൻ പ്രതിപാദിച്ച ഫ്ലെക്സ്. 2021 ഇലക്ഷനിൽ ഗോപാലകൃഷ്ണൻ ഒല്ലൂർ മണ്ഡലത്തിൽ വന്ന സമയത്ത് അവിടുത്തെ ഒല്ലൂർ പള്ളി വികാരിയോട് ചോദിച്ച കാര്യങ്ങളാണ്. കാരണം അദ്ദേഹം പറഞ്ഞത് കുന്നംകുളത്തെ കച്ചവടക്കാരും തൃശ്ശൂരുള്ള കത്തോലിക്ക വിഭാഗമാണ്. അദ്ദേഹം ഹിന്ദുവിന് വേണ്ടി കൂടി മാത്രമല്ല സംസാരിക്കുന്നത്. ആ വീഡിയോ ഒക്കെ നമ്മൾ കണ്ടതാണ്. പള്ളിയിൽ അച്ഛനോട് ചോദിക്കുകയാണ്, ഇത്ര നാളും ഈ റൗണ്ട് ഇരുന്നിരുന്നത് നല്ല ക്രിസ്ത്യാനികളുടെ കയ്യിലല്ലേ, എന്താണ് സ്ഥിതി? പറ്റിച്ചും ചതിച്ചും വഞ്ചിച്ചും ഒരു പ്രത്യേക സമുദായം ഏറ്റെടുത്തില്ലേ എന്ന് ഗോപാലകൃഷ്ണൻ ചോദിക്കുകയുണ്ടായി. അടിമപ്പെട്ടു കൊടുക്കുക എന്നുള്ളതാണ് ഈ ഭൂരിപക്ഷ വിഭാഗത്തിൻ്റെ ഒരു പ്രവണത. അവർ സംഘടിതമായി ചിന്തിക്കുന്നില്ല. ഇതേ ചോദ്യം ഞാൻ ചോദിക്കുകയാണ്. ഈ 8 ദിവസത്തിൽ വോട്ട് ചെയ്യാൻ പോകുന്ന ഹിന്ദുവിനോടും ക്രിസ്ത്യാനിയോടും ഞാൻ ചോദിക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ മതേതര പാർട്ടിയാണ് മുസ്ലിം ലീഗ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഈ മതേതരത്വം എവിടെയെങ്കിലും മലപ്പുറത്തു, അതല്ലെങ്കിൽ അങ്ങോട്ട് വടക്കോട്ട് കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നാണ് ഞാൻ ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്ന വിഷയം. ഗോപാലകൃഷ്ണൻ ഇത് പറഞ്ഞപ്പോൾ വർഗീയവാദിയായി. അദ്ദേഹം വളരെ നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമയാണ് ഗോപാലകൃഷ്ണൻ. തൃശ്ശൂർ ജില്ലക്കാരനാണ്. അദ്ദേഹം പറയുന്ന കാര്യങ്ങളിൽ കാര്യമില്ലെങ്കിൽ പറഞ്ഞോ. എന്തുകൊണ്ട് സംഘടിതമായിട്ട് UDFനോ LDFനോ അവിടെ ഒരു ഹിന്ദു സ്ഥാനാർത്ഥിയെ വെച്ചുകൂടാ എന്നുള്ളത് ചോദിക്കാൻ ഇതുള്ള നേതാക്കന്മാരുണ്ടോ, മതമേലധ്യക്ഷന്മാരുണ്ടോ, മാധ്യമങ്ങളുണ്ടോ? ശക്തമായിട്ട് നമ്മൾ രാഷ്ട്രീയത്തിൽ ഇവ കാര്യങ്ങൾ ചർച്ച ചെയ്യണം. അല്ലെങ്കിൽ വോട്ട് ചെയ്യുമ്പോൾ കൂടി നമ്മൾ അടിമപ്പെട്ടു പോകുന്ന സംസ്കാരത്തിൽ നിന്ന് മാറണമെന്ന് ഞാൻ ഭൂരിപക്ഷ സമുദായത്തോടും ക്രൈസ്തവ വിഭാഗത്തോടും വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങൾക്ക് മതേതരത്വവും സ്നേഹമൊക്കെ പറഞ്ഞ് അടിമപ്പെട്ട് പോകാൻ എളുപ്പമാണ്. അതിനുവേണ്ടി നടക്കുന്ന കുറേ പാതിരിമാരുണ്ട് ഇതിനൊക്കെ പ്രോത്സാഹിപ്പിച്ച് മതേതരത്വം എന്ന് പറഞ്ഞ് നടക്കുന്ന അവരുടെ ലക്ഷ്യങ്ങളും ഗൂഢലക്ഷ്യങ്ങളും പണവും ഇതൊക്കെ വിഷയങ്ങളാണ് ഇവിടെ. സ്ഥാനമാനങ്ങൾക്കും വേണ്ടി അടിമപ്പെട്ട് പോകുന്നവരുണ്ട്, സ്വന്തം സമുദായത്തെ അതിലേക്ക് തള്ളിവിടുന്നവരുണ്ട്. മതേതരത്വം എന്നും പറഞ്ഞു തന്നിട്ട് കാര്യമില്ല. നിങ്ങൾ ചോദിക്കണം, ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കുന്നുള്ളൂ. ലോകത്തിലെ ഏറ്റവും വലിയ മതേതര പാർട്ടിയായ മുസ്ലിം ലീഗിന് മലപ്പുറത്ത് ഒരു 5 ഹിന്ദുവിനും ക്രിസ്ത്യാനിനും വെച്ചാൽ 2 പേര്, 2-3 ആൾക്കാരെ അവരുടെ പാർട്ടിയുടെ പ്രതിനിധി വെറുതെ പറ്റിക്കാൻ, ഹിന്ദുവിനും ക്രിസ്ത്യാനിനും പറ്റിക്കാനെങ്കിലും അതിന് പോലും അവർ തയ്യാറല്ല. അതുപോലും വേണ്ട ഇവരെ പറ്റിക്കാനെന്നുള്ള ആത്മവിശ്വാസം പാണക്കാട് നിന്ന് വരുന്നവർക്കുണ്ട്. അതിന് പോലും വേണ്ടാഞ്ഞിട്ട് അവർക്കത് നേടാനറിയാം. കാരണം അവർ കള്ളപ്പണമൊഴുക്കി വളർത്തിക്കൊണ്ടുവരുന്ന മാധ്യമങ്ങളുണ്ട്. അത് കൈപ്പറ്റുന്ന മാധ്യമങ്ങൾ വ്യക്തമായിട്ട് നമ്മുടെ കേരള സംസ്ഥാനത്ത് നിലകൊള്ളുന്നു. യൂട്യൂബർമാർ നിലകൊള്ളുന്നു. ഞാൻ ചോദ്യം ഒന്ന് മനസ്സിലാക്കൂ. 10-20 സീറ്റോ 25 സീറ്റോ അങ്ങോട്ട് മുസ്ലിം ലീഗ് മത്സരിക്കുന്നുണ്ട്. 3 ആൾ 4 ആൾ മതേതരത്വം എന്ന് പറഞ്ഞ് പറ്റിക്കാൻ വേണ്ടി മാത്രം, വെറുതെ ഒന്ന് കാണിക്കാൻ. തെക്കുന്നുള്ള ആ വോട്ട് കൊണ്ടാണല്ലോ ഭൂരിപക്ഷം എന്ന് പറയുന്നത് 70 ഹിന്ദു ക്രിസ്ത്യാനിയും കൂടിക്കഴിഞ്ഞാൽ 70% ആയല്ലോ. അവരൊന്ന് ഈ ഇലക്ഷന് മുമ്പ് ഒന്ന് സുഖിപ്പിക്കാൻ, ആ വോട്ട് കിട്ടാനെങ്കിലും, ആ തെക്കുന്നുള്ള വോട്ട് അവർ ചിന്തിക്കാത്തതിൻ്റെ എത്രമാത്രം ചിന്തിക്കാത്തവരാണ്
എന്ന ഇത് നോക്കണം. ഇപ്പം ബി ഗോപാലകൃഷ്ണൻ പറഞ്ഞപ്പോൾ അത് വർഗീയവാദമായി അദ്ദേഹം ഒരു വാക്ക് ഉപയോഗിച്ചതാണ് തെറ്റിപ്പോയത്. ഹിന്ദു MLA ഇല്ല എന്ന്. അതല്ലെങ്കിൽ അദ്ദേഹം നമ്മളിവിടെ വാക്കുകൾ ഇപ്പോൾ ഗൂഗിള് പോലും യൂട്യൂബ് പോലും ഇങ്ങനെയൊക്കെ ഇത് ചെയ്തിട്ട്, കാരണം ഞാനൊക്കെ വിളിച്ച് പറയുമ്പോൾ നമ്മൾ നമ്മുടെ മനസ്സിലുള്ള സത്യങ്ങളെ വിളിച്ച് പറയണേ. വിളിച്ച് പറയുമ്പോൾ എന്തായി? വർഗീയവാദമായി. മറ്റവർ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. അതിനുള്ള ഒറ്റ ഉദാഹരണമാണ് ഞാൻ മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയമായിട്ട് പ്രത്യേക സമുദായം എന്ന് പറയണം, അല്ലെങ്കിൽ പെട്ടുപോകും. മുസ്ലിം ലീഗ് എന്ന് പറയാം, കാരണം അത് രാഷ്ട്രീയമായിട്ടുള്ള പേരാണ്, രാഷ്ട്രീയ പാർട്ടിയാണ്. അവർ വലിയ മതേതര പാർട്ടിയാണ്. 2 ആൾ 3 ആൾ ഹിന്ദുവും ക്രിസ്ത്യാനിയും കാണിക്കാൻ പറ്റുമോ? കാണിക്കാനെങ്കിലും ഇല്ല. കാണിക്കാൻ പോലും അവർ ചെയ്യില്ല. കാഫിറിനെ വെക്കുന്ന പരിപാടിയില്ല. ഇതിലൊക്കെ സുഖിപ്പിച്ച് മതേതരത്വം ഒളിപ്പിച്ച് കൊണ്ട് നടക്കും. പക്ഷേ ഇതിനൊക്കെ ഒരു മാറ്റം വരും കേട്ടോ. ജനങ്ങളിപ്പോൾ ഈ ജനങ്ങൾ ചിന്തിച്ച് തുടങ്ങിയിട്ടുണ്ട്. വി ഗോപാലകൃഷ്ണനൊക്കെ പറഞ്ഞും മറ്റുള്ളവരും പറഞ്ഞു അദ്ദേഹത്തിന് പൂർണ്ണ പിന്തുണ നൽകാണ്. പൂർണ്ണ പിന്തുണ. തൃശ്ശൂരൊക്കെ മാറ്റം വന്നു. സുരേഷ് ഗോപിക്ക് ജയിച്ചാണ്ട. ഇപ്പം ആ വോട്ടിങ്ങിൻ്റെ സമയത്ത് ഒന്ന് ചിന്തിക്കുക നിങ്ങൾ. നിങ്ങളെ ആരാലാണ് നിങ്ങൾ ഇൻഫ്ലുവൻസ് ആയി പെട്ടിരിക്കുന്നത്? മുസ്ലിം ലീഗിൻ്റെ മതേതരത്വത്തിലാണോ നിങ്ങൾ പെട്ടുപോയിരിക്കുന്നത്? ഹിന്ദു ക്രിസ്ത്യാനി ചിന്തിക്കണം. ശക്തമായിട്ട് ചിന്തിക്കണം. ശക്തമായിട്ട് വോട്ട് ചെയ്യണം. മറ്റുള്ളവരോട് വായ തുറന്ന് പറയണം. കാരണം ഇന്ന് മാധ്യമത്തിലോ മറ്റോ പറഞ്ഞ വിദ്വേഷ പ്രസംഗകനായി, വർഗീയവാദിയായി. സത്യം പറഞ്ഞാൽ വർഗീയവാദിയായി. ബി ഗോപാലകൃഷ്ണൻ ഇന്ന് അനുഭവിക്കുന്ന അതാണ്. അവിടെ ബി ഗോപാലകൃഷ്ണൻ ഉപയോഗിക്കേണ്ട പദം ഭൂരിപക്ഷത്തിൽ നിന്നും MLA ഉണ്ടോ എന്ന് ചോദിച്ചെങ്കിൽ ഇതായിരുന്നു. അദ്ദേഹം ഒരു പക്ഷേ ഉപയോഗിച്ച വാക്ക് ഹിന്ദു MLA എന്ന് ഉപയോഗിച്ചത്. അതിനെ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളിൽ അവർ നമ്മളെ കോടതിയിലേക്ക് കൊണ്ടുപോയി നമ്മളെ ഒരു ഇതിലേക്ക് അതിനെ ഇതാക്കി വാർത്ത. പക്ഷേ നമ്മളൊക്കെ ഒരു വർഗീയവാദി എന്നറിയുന്നതാണ് ഏറ്റവും നല്ലത്. വർഗീയവാദി, വിദ്വേഷ പ്രസംഗം എന്നൊക്കെ അറിയാൻ അഭിമാനം കൊള്ളുന്നു. ഞാൻ അഭിമാനം കൊള്ളുന്നു. കാരണം അടിമപ്പെടാൻ തയ്യാറല്ല. സ്വന്തം സത്വം വിൽക്കാൻ തയ്യാറല്ല. പറഞ്ഞിരിക്കും, വർഗീയവാദം പറഞ്ഞിരിക്കും, വിദ്വേഷ പ്രസംഗമാണെന്ന്. ഞാൻ അവരുടെ മതത്തിൻ്റെ, അവരുടെ പ്രവാചകനെയോ അല്ലെങ്കിൽ അവരുടെ വിശ്വാസങ്ങളെയോ ഒന്നും അവഹേളിക്കുന്ന ആളല്ല. അത് ലോകത്തിൽ ഈ പ്രത്യേക സമുദായം 3-1 ആൾക്കാർ വിശ്വസിക്കുന്നതാണ്. പക്ഷേ എനിക്ക് പറയാനുള്ള അവകാശം, എഴുതി വച്ചിരിക്കുന്ന കാര്യങ്ങൾ, ബൈബിളിനെ കോട്ട് ചെയ്യാനും ഞാൻ ആത്മീയ കാര്യങ്ങളൊക്കെ ഇത് ചെയ്യാറുണ്ട്. ബൈബിളിൽ കോട്ട് ചെയ്യാനുള്ള എൻ്റെ അവകാശമാണ്. ഒരു പാതിരി വന്നിട്ട് അല്ലെങ്കിൽ അച്ഛനോ അല്ലെങ്കിൽ പാസ്റ്ററോ വന്നിട്ട് പറയുന്നത് നീ ഇനി ബൈബിൾ പറയരുതെന്ന് പറഞ്ഞാൽ പോടാന്ന് പറയും. ഒന്ന് പോടാ എന്ന് പറയും. എനിക്ക് പറയാനുള്ള അവകാശമാണ്. എഴുതി വെച്ചിരിക്കുന്ന എത്ര 2000 6000 വർഷം മുമ്പ് എഴുതി വെച്ചിരുന്ന പുസ്തകം ബൈബിൾ ഇത് എവിടെ ഇരിപ്പുണ്ട് വരണം. ഈ സാധനം എടുത്ത് ഇതിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ തെറ്റാന്ന് പറയാനുള്ള അവകാശം എൻ്റെ അവകാശമാണ്. സംസാര സ്വാതന്ത്ര്യം, അതുപോലെ തന്നെ ഖുറാനും ഗീതയും വേദങ്ങളും എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ട് ആൾക്കാർ ഒരാളെയും തെറ്റിദ്ധരിപ്പിച്ച് കൊണ്ട് നടക്കലല്ല ഇന്നത്തെ ലോകം. അപ്പോൾ ഞാൻ പറയുന്നത് ബി ഗോപാലകൃഷ്ണൻ പറഞ്ഞ പറ്റിയ തെറ്റ്, ഹിന്ദു MLA എന്ന പദം ഉപയോഗിക്കരുത്. ഞാൻ സംസാരിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടിയുള്ളൊരു ഉപദേശമാണ്. നിങ്ങൾ പറയേണ്ടത് പ്രത്യേക സമുദായം, അതല്ലെങ്കിൽ ഭൂരിപക്ഷ MLA എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലാണ് കോടതിയിൽ ഞാൻ ഭൂരിപക്ഷത്തിനെ പറ്റി പറഞ്ഞതെന്നൊക്കെ നമുക്ക് കോടതിയിൽ നിന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. അതല്ലെങ്കിൽ മറ്റവർ പറഞ്ഞോട്ടെ. അപ്പോൾ കബളിപ്പിക്കപ്പെടരുത് ഈ ഇലക്ഷനിൽ. ചിന്തിക്കുക, അടിമയാകരുത്. ഇത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ.